ഹലോ വാപ്പി വീഡിയോ വാപ്പി നീ ക്യാമറ എടുത്തോണ്ടോ എൻ്റെ ക്യാമറ എടുക്കാൻ ആര് പറഞ്ഞേ? ഹായ്, കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. ഇപ്പോൾ ക്ലബ് ഹൗസിൻ്റെ അകത്തായിരുന്നു, അറിയാമല്ലോ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആപ്ലിക്കേഷൻ ക്ലബ് ഹൗസിൽ. അപ്പം ഇന്നപ്പം മോൻ പറഞ്ഞു, വാപ്പി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യ്. വാപ്പിയുടെ കൂട്ടുകാരൊക്കെ, വാപ്പിയുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ വീഡിയോ കാണാൻ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടൊക്കെ വാപ്പിക്ക് നേരിട്ട് ചർച്ചയൊക്കെ നടത്താറില്ലേ? ഇതേപോലെ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാളും നല്ല വാപ്പിയുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് സംസാരിക്കാമല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവന്മാരൊന്ന് റൂമിൽ നിന്ന് പുറത്താകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്ലബ് ഹൗസിലെ, അതായത് സ്ത്രീകൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ എല്ലാവരും സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇവന്മാരെ പുറത്താക്കിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഹായ്, അപ്പോൾ മക്കളെ പുറത്തോട്ട് ഇറക്കി വിട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ അവർ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ക്ലബ് ഹൗസ് എന്നുള്ള ആ ഒരു പുതിയ സോഷ്യൽ മീഡിയ സൈറ്റ് എന്ന് പറയാം. സോഷ്യൽ മീഡിയ സൈറ്റ് എന്ന് പറയുന്നതിലേക്കാളുപരി നമ്മുടെ ശബ്ദം കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരിടമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലബ് ഹൗസ് എനിക്ക് ഉള്ള ഗുണം എന്താണ്? അപ്പം ഞാൻ ഈ ക്ലബ് ഹൗസിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പല സുഹൃത്തുക്കളും അടച്ചാക്ഷേപിച്ച് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും എന്നെ എങ്ങനെ ക്ലബ് ഹൗസ് സ്വാധീനിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ നമുക്കറിയാമല്ലോ, നമ്മൾ ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിലും അതേപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഈ ഒരു ക്ലബ് ഹൗസിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നമ്മളെ വെറും കമൻറ്റുകളിലൂടെ മാത്രം നമുക്ക് പരിചിതമായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, നിങ്ങൾ ഈ എൻ്റെ ഒരു സൗണ്ടിൻ്റെ ഈ ഒരു ഇടർച്ചയുണ്ടല്ലോ, അത് ഈ ഒരാഴ്ചക്കാലം ഞാൻ ഈ ക്ലബ് ഹൗസിൽ ചിലവഴിച്ചതിൻ്റെ ബാക്കി പത്രമാണ്. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു ക്ലബ് ഹൗസിൽ. കാര്യം നമ്മളെ അറിയാത്ത, നമ്മളെ കമൻറ്റുകളിലൂടെ സ്നേഹിക്കുന്ന ഒരുപാട് ചങ്ക് സുഹൃത്തുക്കൾ ക്ലബ് ഹൗസിലുണ്ടായിരുന്നു. അവരുടെ നേരിട്ട് സംസാരിക്കാൻ പറ്റി. ഇപ്പോൾ ഒരുപാട് പേരുമായിട്ട് നമ്മൾ നല്ല സുഹൃത്ത് ബന്ധമാണ്. കമൻറ്റ് എന്ന ഉപരി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനും നമ്മുടെ വിശേഷങ്ങളൊക്കെ കൈമാറാൻ പറ്റുന്നു ഉള്ളതാണ് ആ ഒരു ക്ലബ് ഹൗസിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ മഹിമ. ഈ ഒരു മഹിമ പറയുന്ന സമയത്ത് തന്നെ നമുക്കിപ്പം ഈ ഒരു വണ്ടി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇടയ്ക്ക് ഒരു ദിവസം നമുക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് ക്ലബ് ഹൗസിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഒത്തുകൂടാനും വാഹനങ്ങളെക്കുറിച്ചും, അതായത് വാഹനങ്ങളുടെ ഡിസ്കഷൻസും, അതേപോലെ തന്നെ ആ ഒരു ഡിസ്കഷൻസിൽ വലിയ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല അറിവുകൾ പറഞ്ഞു തരാൻ പറ്റുന്ന വ്യക്തികളെ കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് പല വിഷയങ്ങളിൽ സംവദിക്കാനും പല അറിവുകൾ നേടാൻ പറ്റുന്ന അടിപൊളി ഒരു സോഷ്യൽ ഒരു സൈറ്റാണ്, ഒരു ഓഡിയോ ഡ്രോപ്പ് സൈറ്റാണ്. അതായത് നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ക്ലബ് ഹൗസിനെ കുറിച്ച് അറിയില്ലായിരിക്കും. എങ്കിൽ തന്നെ അറിയാത്ത സുഹൃത്തുക്കൾ എടുത്ത് പറയുകയാണ്, ക്ലബ് ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓഡിയോ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മീഡിയ ആണ്. അപ്പം വീഡിയോ ഒരുപാടൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഞാൻ ഒറ്റ ഒരു ഷോട്ടിൽ തന്നെ എടുക്കുകയാണ്. അപ്പം ഈ ഒരു ക്ലബ് ഹൗസിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു ക്ലബ് ഹൗസിൽ സ്ത്രീകൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം ഞാൻ അത് പറയുന്നതിന് കാരണം പേഴ്സണലായിട്ട് എനിക്കുണ്ടായ വലിയൊരു ദുരനുഭവമാണ് നിങ്ങളടുത്ത് പറയുന്നത്. ഇന്നല്ലെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലബ് ഹൗസ് ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വ്യക്തമായിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ ഇല്ലാതെ വന്ന് തെറി വിളിക്കുന്ന ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധന്മാർ. തെറിവിളി മാത്രമല്ല, സ്ത്രീകളുടെ അടുത്ത് അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുക, സ്ത്രീകളെ അവഹേളിക്കുക, ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 മിനിറ്റായി. ഞാൻ വളരെ ചുരുക്കി ആ ഒരു കഥ പറഞ്ഞുതരാം. ക്ലബ് ഹൗസ് എന്ന സൈറ്റ് ഞാൻ ജസ്റ്റ് കാണാത്തവർക്ക്, പിന്നെ നമ്മുടെ ക്ലബ് ഹൗസിൽ നമ്മുടെ ഒരു പേജുണ്ട്, നൈസ് ടൈം വിത്ത് അൻഷാദ് എന്ന് പറഞ്ഞ് ക്ലബ് ഹൗസിൽ ഒരു ക്ലബ്ബ് നമുക്കുണ്ട്. ആ ക്ലബ്ബിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ മീറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നമുക്ക് തരണം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അറിവുകൾ ഞാനുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എനിക്കും അതൊരു ഗുണമാവും. അതേപോലെ തന്നെ ആ സെഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വണ്ടികളെക്കുറിച്ച് ചർച്ച ചെയ്യാം, വളരെ ആരോഗ്യകരമായിട്ട് സംവദിക്കാം. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ഈ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരുപാട് അതായത് നമുക്കൊന്നും ഒരിക്കലും കിട്ടാത്തൊരു സൗഭാഗ്യമാണ്. കാര്യം പറയുക, ഒരുപാട് മികച്ച വ്യക്തിത്വങ്ങൾ, പല പ്രൊഫഷണൽ രീതിയിലുള്ള ക്ലാസ്സുകൾ, ഇംഗ്ലീഷ് സംസാരിക്കാൻ വിദേശികളുടെ ഗ്രൂപ്പിൽ നമുക്ക് പോവാം, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. 10 ദിവസം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും. അതേപോലെ പാട്ടുപാടാൻ ഗ്രൂപ്പ്, പിന്നെ അതേപോലെ നമുക്ക് ഓരോ സാമൂഹിക
കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ ഗ്രൂപ്പ്, എൻ്റർടൈൻമെൻറ്റിന് ഗ്രൂപ്പ്, അറിവിന് ഗ്രൂപ്പ്, ഗെയിംസിന് ഗ്രൂപ്പ്, എല്ലാത്തിനും ക്ലബ് ഹൗസിൽ ഇടമുണ്ട്. പക്ഷേ ഈ ക്ലബ് ഹൗസിൽ എല്ലാവരെയും പ്രകോട്ടടിക്കുന്നതും, അതായത് ഭാവിയിൽ ഈ ക്ലബ് ഹൗസ് തന്നെ ബാൻ ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള സാമൂഹ്യ വിരുദ്ധന്മാർ ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്. അതിനൊരു ഉദാഹരണം ജസ്റ്റ് പറയാം. അതായത് സ്ത്രീകൾ ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യം, നമ്മുടെ ഈ ഒരു ക്ലബ് ഹൗസിൽ നമുക്ക് പേര് ഒരു വട്ടം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോട്ടോയും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരണം. കാര്യം എന്ന് പറഞ്ഞാൽ പലവരും ഞാൻ തന്നെ ഇന്ന് തൊട്ട് മുമ്പ് ഒരു ഗ്രൂപ്പിൽ എനിക്കറിയാവുന്ന, ഞാൻ കടന്നു വന്നിട്ടുള്ള ഫേസ്ബുക്കിലെ ടിപ്സും അതേപോലെ തന്നെ യൂട്യൂബിൽ എനിക്ക് എങ്ങനെയാണ് ഈ ഒരു സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളുടെ സ്നേഹമൊക്കെ കിട്ടിയതും, ഞാൻ ഈ ഒരു യൂട്യൂബിൽ എങ്ങനെയാണ് വളർന്നതും എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ചുരുങ്ങിയ ചില അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ഗ്രൂപ്പിൽ കുറേ അധികം സുഹൃത്തുക്കൾ വന്നു, അവരുടെ സംശയങ്ങൾ ചോദിച്ചു. ചിലർ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഫേസ്ബുക്ക് പേജുള്ളവരാണ്. ഒരുവിധം എല്ലാവരുടെയും സംശയങ്ങൾക്ക് മാന്യമായിട്ടുള്ളൊരു മറുപടി എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിനിടയ്ക്കാണ് പ്രൊഫൈൽ പിക്ചർ ഇല്ലാത്ത ആ സാമൂഹ്യ വിരുദ്ധം വന്നിട്ട് എൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് ഏത് ദേവേന്ദ്രൻ തയ്ച്ച മുത്തുപുത്രരാണെന്നുണ്ടെങ്കിലും ഞാൻ തിരിച്ചു കയറി വിളിക്കും. പറയാതെ തിരിഞ്ഞാൽ ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപൊട്ടരെന്നാണ് നമ്മളൊരു പണ്ടത്തെ ഒരു പ്രയോഗം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും. അങ്ങനെ ഞാൻ അവന് നല്ല തെറി കൊടുത്ത് അവൻ പേടിച്ചു പോയി. ഒരു ഇൻസിഡൻ്റ് ഉണ്ടായ സ്ത്രീകൾ സൂക്ഷിക്കണമെന്ന് പറയുന്ന നമ്മുടെ ആ ഒരു തംബ്നെയിലിൻ്റെ ആ ഒരു കഥയിലോട്ട് വരാം. ഞങ്ങൾ ഒരു നാലാം നാളൊരു ദിവസം ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വന്നു. അവരുമായിട്ട് പേഴ്സണലി ഗ്രൂപ്പിൽ ഞാൻ ആ സമയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ കുറേ സമയം ഇവരുമായിട്ട് ചിലവഴിച്ചങ്ങ് പോയി. ആ ഗ്രൂപ്പിൽ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ഇവരെടുത്ത് വളരെ മാന്യതയോടുകൂടി, അതിന് തൊട്ട് മുമ്പ് വരെ DP ഇല്ലാത്ത, അതായത് വ്യക്തമായ പ്രൊഫൈൽ പിക്ചർ ഇല്ലാത്തവരെ ഞാൻ എൻ്റെ ഗ്രൂപ്പിലോ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഹാളിലോ ഞാൻ എൻ്റെ ടൈം ചെയ്യിക്കാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നമ്മുടെ വ്യക്തമായ പ്രൊഫൈലും ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്തി ഭൂരിഭാഗം ജനങ്ങളും ഇതിനകത്ത് കോൺവെർസേഷന് വരുമ്പോൾ പല സാമൂഹ്യ വിരുദ്ധന്മാരും അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്കും സ്വന്തം ഇഷ്ടത്തിനും വേണ്ടിയിട്ട് പല രീതിയിലുള്ള ക്രിമിനൽ പരിപാടിയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ലെഫ്റ്റായി പോയി. അതേപോലെ തന്നെ നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും പോയി. അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു 3-4 സ്ത്രീകളും അവരുമായിട്ട് നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ വേറെ 3-4 ആൺപിള്ളേരും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വളരെ മാന്യനായിട്ട് ഒരുത്തൻ കൈ കാണിച്ചു. അവൻ കയറി വന്ന് ഈ ഒരു DP ഇല്ലാത്തവരെയും ഇതിനകത്ത് സ്ത്രീകൾ നേരിടുന്ന ഇതിനെക്കുറിച്ചുമൊക്കെ അവരുമായിട്ട് ചേർന്ന് നിന്ന് അവരെ സപ്പോർട്ട് ചെയ്തു സംസാരിച്ചു. അപ്പോൾ ഇവർക്കൊരു അബദ്ധം പറ്റി. ഇവൻ മോഡറേറ്റ് ആക്കുമെന്ന് ചോദിച്ചപ്പോൾ ഇവൻ അബദ്ധത്തിൽ മോഡറേറ്റർ ആക്കി കൊടുത്തു. മോഡറേറ്റ് ആക്കിയതോടുകൂടി കഥ അവിടെ മാറി. ഇവൻ നേരത്തെ നമ്മളിത് പറഞ്ഞ് കേട്ടോണ്ടിരുന്ന താഴെ ഓഡിയൻസിൽ വന്നിരുന്നവനാണ്. അവൻ്റെ ഏകദേശം ഒരു കുറേ കൂട്ടാളികളെയും വിളിച്ചുകൊണ്ടാണ് വന്നത്. അവൻ മോഡറേറ്റ് ആയതിനു ശേഷം ബാക്കി ഈ ഒരു ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയും ഹാളിൽ നിന്ന് പുറത്താക്കുകയും ഇവൻ ആ ഒരു ഫുൾ നിയന്ത്രണം ഏറ്റെടുത്ത് ബാക്കി ഓഡിയൻസിലിരുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഇവൻ സ്പീക്കർ ലെവലിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഏകദേശം 3-4 പെൺപിള്ളേരുണ്ടായിരുന്നു. ഈ പെൺപിള്ളേരെ പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയും അശ്ലീലവും പറയാണ് കുമാരി. ഏകദേശം 10-20 പേര് കൂടി. ഞാൻ അത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു സ്ക്രീൻഷോട്ടിൽ കാണിക്കാം. നമുക്ക് ഭാവിയിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുതെന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ക്ലബ് ഹൗസിൻ്റെ ആ ഒരു ചാറ്റിങ്ങോ കാര്യങ്ങളോ അതുമല്ലാതെ പലരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഓഡിയോ ഡ്രോപ്പ് നമ്മൾ ഇതിനകത്ത് യൂട്യൂബിൽ എടുത്തിടുന്നത് വളരെ മോശമാണ്. അതേപോലെ തന്നെ ഈ ഞരമ്പന്മാരെടുത്ത് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ പേജിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായി, ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ക്ലബ് ഹൗസിൽ സ്ത്രീകൾക്ക്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സംതിങ് ഇപ്പോൾ അതായത് ഈ ഒരു ക്ലബ് ഹൗസിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവർക്ക് നമ്മുടെ ആ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ചിലവർക്ക് ഇൻവിറ്റേഷൻ വേണം, അല്ലാതെ ചിലവർക്ക് എൻട്രി ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു. അതെന്തൊക്കെയാലും നിങ്ങൾ ക്ലബ് ഹൗസ് ഉള്ളവർക്ക് അറിയാം. ഇതിനകത്ത് ആ ഒരു സ്ത്രീകളുണ്ടല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രൂപ്പിൽ വെച്ച് ആരുടെയെങ്കിലും തെറിവിളിയോ മോശമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അവിടെ ഒരു 3 ഡോട്ടുണ്ട്. ആ 3 ഡോട്ടിൽ റിപ്പോർട്ട് എ പ്രോബ്ലം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരും. നിങ്ങൾ അശ്ലീല ചുവയോടുകൂടി ചീത്തയൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്സ് അബ്യൂസ് ആൻഡ് ഹരാസ്മെൻ്റ് എന്നോ അല്ലാതെ സെക്സ് ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു നിങ്ങൾ ആരാണ് തെറി വിളിച്ച ആ ഒരു വ്യക്തിയെ
നിങ്ങൾ അവരുടെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഞരമ്പന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിന്നെയൊക്കെ ഉടനെ തൂക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിലെ ഒരുപാട് ഇൻ്റലിജൻസിൻ്റെ അറിവ് പ്രകാരം ഒരുപാട് പേര് ഇത് നിരീക്ഷിക്കുന്നുണ്ട്. സൈബർ വിങ്ങിൻ്റെ നിരീക്ഷണത്തിലാണ്. നീ എല്ലാം ഒരു നമ്പറിലാണ് കയറിയിരുന്ന് തന്തയില്ലാത്തരം കാണിക്കുന്നവന്മാരെ എല്ലാവരെയും പൊക്കും. കാര്യം എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളും ഭയങ്കര വിഷമത്തോടു കൂടി ഈ ഒരു ക്ലബ് ഹൗസ് വരെ വിട്ടിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടികളുടെ ഒരുപാട് ചർച്ചകൾ ചെയ്യാം, നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റും. ആ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം, വലിയ ഒരുപാട് വിശിഷ്ട വ്യക്തികൾ, സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള വ്യക്തിത്വങ്ങൾ വന്നിട്ട് നമുക്ക് നല്ല അറിവ് കിട്ടുന്ന, നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയാൽ ഈ ക്ലബ് ഹൗസ് നേരെ ചൊവ്വേ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണക്കത്തെ ഒരു ഇപ്പം ഇറങ്ങിയതിൽ വെച്ചിട്ട് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമില്ല. അപ്പം നമ്മുടെ സ്ത്രീകൾ ശരിക്കും പലരും പ്രൊഫൈൽ പിക്ചറൊക്കെ ഇടാത്തതിൻ്റെ മെയിൻ കാരണം തന്നെ ഇത് കണക്കത്തുള്ളവരാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ, അതായത് ഇതൊരു ഹോളാണ്, അതായത് ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് ഹോളും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ക്ലബ്ബും ഉണ്ട്. ക്ലബ്ബ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വ്യക്തിഗത പേരിൽ നമുക്കൊരു ക്ലബ്ബ് തുടങ്ങാം, അതിനകത്ത് ഒരുപാട് അംഗങ്ങൾ കാണും. മറ്റേത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ക്ലബ്ബിൽ ഞാൻ അതായത് പല സുഹൃത്തുക്കളും നമ്മൾ തെറി വിളിക്കുന്നവർ കാണും, അവന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ വളരെ മ്ലേച്ഛമായിട്ട് സംസാരിക്കുന്ന സുഹൃത്തുക്കൾ തന്നെ നമുക്കുണ്ട്. ഇത് സോഷ്യൽ മീഡിയ ആണ്, ഇവിടെ ചീത്തവിളി നടക്കും, ഇവിടെ തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, അത് കേട്ടോളണം എന്നാണ് അവരൊക്കെ പറയുന്നത്. പക്ഷേ അതല്ല, നമ്മളെ പോലുള്ള ഇതൊരു പുതിയ വലിയ 1 മില്യണിലോ അതോ 2 മില്യണോ എന്താണ്ട് ഡൗൺലോഡ്സ് എന്താണ്ട് ആയിട്ടുള്ളൂ. ഇത് ഒരുപാട് പ്രചരിക്കുമ്പോൾ ഒരുപാട് കള്ളമുഖങ്ങൾ ഇതിനകത്ത് വരും. ആർക്കും കയറാൻ പറ്റാത്ത രീതിയിൽ വെറും വൃത്തികേടിൻ്റെയും അതേപോലെ തന്നെ ചീത്തവിളിയുടെയും ഈ അസഭ്യം പറച്ചിലിൻ്റെയും, നമുക്ക് ആരോഗ്യപരമായിട്ട് സംവാദങ്ങളും കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെടുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഇതേപോലെ ഇന്ന് തന്നെ എന്നെ 2 പേരും നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് അവർക്ക് ഗുണമുള്ള ഒരു കാര്യം ഫേസ്ബുക്കിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരുത്തം വന്ന് ചീത്ത വിളിച്ച്. അവൻ എന്തൊക്കെയായാലും അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾ, നല്ലൊരു വീഡിയോ ആണ്. നിങ്ങളുടെ ഏതെങ്കിലും ഈ ഒരു ഗ്രൂപ്പിൽ, ഇത് ക്ലബ് ഹൗസ് ഉപയോഗിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഈ ക്ലബ് ഹൗസ് എന്തെന്ന് അറിയാത്ത സുഹൃത്തുക്കൾക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ക്ലബ് ഹൗസ് എന്താണെന്ന് കാണാം. നമ്മുടെ നൈസ് ടൈം വിത്ത് അൻഷാദ് എന്ന് പറഞ്ഞ ക്ലബ് ഹൗസ് വഴി തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചങ്ക് മുത്തുമണികളുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കാനുള്ളൊരു അവസരമാണ്. നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ക്ലബിലോ നിങ്ങളുടെ ഹാളിലോ നിങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളെ തെറി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ സകല ആൾക്കാരും അവൻ്റെ DP സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എല്ലാവരും മാസ്സായിട്ട് റിപ്പോർട്ട് ചെയ്യുക. അവൻ്റെ അക്കൗണ്ട് ബ്ലോക്കാവും. അവൻ ചെയ്തിട്ടുള്ള ശിക്ഷ, അതായത് ആരെങ്കിലും സ്ത്രീകൾ അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുകയോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അപമാനിക്കുകയോ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ ഉണ്ടായിട്ട് ചേസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അവർക്കെതിരെ തീർച്ചയായിട്ടും നടപടികൾ എടുക്കും. പിന്നെ ഞരമ്പന്മാർ ശ്രദ്ധിക്കാം, നിന്നെയൊക്കെ തൂക്കും. കേരള പോലീസിൻ്റെ അകത്തുണ്ട്. കേരള പോലീസ് ചുമ്മാ ഒന്നുമല്ല, ഇന്ത്യൻ സർക്കാർ ഈ ഒരു ആപ്പ് ഇന്ത്യയിൽ തുടരാൻ അനുവദിച്ചത്. അപ്പം നീയൊക്കെ കാരണം ഞങ്ങൾ ഇതൊന്നും നഷ്ടപ്പെടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇതേപോലെയുള്ള ഞരമ്പന്മാരെയും വ്യക്തമായിട്ട് എല്ലാവരും, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയ വരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രൊഫൈൽ പിക്ചർ ഇടുമ്പോഴത്തേക്ക് ഒരുപാട് ബോയ്സ് പയ്യന്മാർ പ്രൊഫൈൽ പിക്ചർ ഇടാതെ വന്ന് തെറിവിളിയാണ്. അത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. അതുകൊണ്ട് വ്യക്തമായിട്ട് പ്രൊഫൈൽ പിക്ചറോ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്ത ഒരുത്തനെയും നമ്മൾ അംഗീകരിക്കരുത്. അവനെ ഒന്നും ഒരു സംവാദത്തിന് വിളിക്കരുത്. ഇവനൊക്കെ തെറി വിളിച്ചിട്ട് പോകും. സ്വന്തം പ്രൊഫൈൽ പിക്ചറുടെ എല്ലാവരുടെ കാര്യമല്ല പറയുന്ന, അതിൽ നല്ല ആൾക്കാരും കാണും. നിങ്ങൾ സ്വന്തം പ്രൊഫൈൽ പിക്ചർ ഇടാത്തതുകൊണ്ട് നിങ്ങളെ ഈ കൂട്ടത്തിൽ വൃത്തികെട്ടവന്മാരായിട്ട് എല്ലാവരും കണക്ക് കൂട്ടും. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തമായ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് മാത്രം നമ്മുടെ ക്ലബ് ഹൗസിൽ തുടരുക. അതിൽ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, കാര്യം എന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മികച്ചതെന്ന് തോന്നിയ എൻ്റെ സബ്സ്ക്രൈബറുമായിട്ട് നേരിട്ടൊരു സംവാദം അല്ലെങ്കിൽ സംസാരം, റോയ് ബ്രോ, അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് അശ്വന്ത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേര് ഇതിനകത്ത് ക്ലബ് ഹൗസിൽ നമ്മളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബേഴ്സിൻ്റെ ലെവലിൽ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിൽ ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പം ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ തുരുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പോലെ തന്നെ ഒരു ഗതിയായിരിക്കും ഇതിന്.
ഫേസ്ബുക്കിലെ കമൻറ്റുകൾ ഞാൻ പലതും നോക്കാറ് പോലുമില്ല. നമ്മൾ ഒന്നുപോലും ഒരു കാര്യത്തിൽ പോലും അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത വീഡിയോയ്ക്ക് വരെയും നമ്മുടെ അമ്മയും നമ്മളെ കുട്ടികളെയൊക്കെ ചേർത്ത് പറയുകയാണ്. എൻ്റെ കണ്ണിൽ കാണുന്നതിനൊക്കെ ഞാൻ നല്ല മറുപടി കൊടുക്കും. എന്നെ ഈ ഇടയ്ക്ക് എടുത്ത് ചുമ്മായി ചേർത്ത് പറഞ്ഞു കൊടുത്തവനെ ഞാൻ വീട്ടിൽ പോയി അവൻ്റെ പെണ്ണുമ്പിള്ളെ മക്കളെ എല്ലാവരെയും ആ മെസ്സേജ് കാണിച്ചു കൊടുത്തു. അവൻ്റെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കും. തെറി വിളിക്കുന്നത് നമ്മൾ മൈൻഡ് ചെയ്യും. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഏവനെങ്കിലും വന്ന് തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ പ്രൊഫൈലിൽ കയറി നിങ്ങളുടെ ഫാമിലിയുടെ ഫോട്ടോ മൊത്തം ഞാൻ യൂട്യൂബിൽ കാണിച്ച് നീ ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ കാണിക്കും. അതുകൊണ്ട് എന്നെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ച് തെറി വിളിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ചോദിക്കും നീ അവരും തമ്മിൽ എന്താ വ്യത്യാസമൊന്നുമില്ല. ഇവരെ ഇങ്ങനെ നേരിടാൻ പറ്റും. നമ്മൾ ഗാന്ധിജി ആയി കഴിഞ്ഞാൽ ഇവന്മാർ നമ്മളെ വീട്ടിലുള്ളവരെയും ഭാവിയിൽ കയറി തെറി വിളിക്കും. തെറിവിളി നമ്മുടെ ദേഷ്യം വരുമ്പോൾ ഞാൻ തെറിയൊക്കെ വിളിക്കുന്ന ആളാണ്. ഞാൻ നന്മവരമൊന്നുമല്ല. അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് എനിക്ക് ഇതേപോലെ ഒരു അബദ്ധം പറ്റി. ക്ലബ് ഹൗസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു കാര്യം ക്ലബ് ഹൗസ് വഴി കേട്ടു. അപ്പം അതുമൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും മികച്ച ഒരു മാധ്യമം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരടുത്ത് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, പക്ഷേ ഒരുപാട് പേർക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസും നല്ല കാര്യങ്ങളുമാണ് നിങ്ങൾ തടയുന്നത്. അപ്പം ജസ്റ്റ് നമുക്ക് വീഡിയോ ഒന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വെളിയിൽ എവിടെയും പോയി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ നമുക്ക് റിസ്ക് എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഷോറൂമൊക്കെ തുറപ്പിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ എക്സിക്യൂട്ടീവിനെയൊക്കെ അവിടെ വിളിച്ച് വരുത്തിയൊക്കെ ചെയ്യിപ്പിക്കാം. പക്ഷേ എല്ലാം ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളതൊന്നും ചെയ്യുന്ന മോശമാണ്. അപ്പോൾ അടുത്തൊരു ദിവസം വേറെ കുറച്ച് കൊച്ചു കണ്ട മാനസികമായിട്ട് നമുക്ക് ഈ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം നമ്മുടെ അവസ്ഥ. അപ്പോൾ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാത്തത്. ഇത് ഒരൊറ്റ ഷോട്ടിലെടുത്തതാണ്. ആ മക്കൾ വന്നതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഒറ്റ ഷോട്ടിലെടുത്തതാണ്. അതുകൊണ്ട് സംസാരിച്ചതിൽ വളരെ തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളും കാണാം. അപ്പോൾ ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. 15 മിനിറ്റായി. ഇത്രയും നേരം ഒന്നും ആരും കണ്ടുകൊണ്ടിരിക്കത്തില്ല എൻ്റെ കൊട്ടേഷൻ. അപ്പം വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇത് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അതായത് ക്ലബ് ഹൗസൊക്കെ ഉപയോഗിക്കുന്നവർക്കും ഇനി ഉപയോഗിക്കാൻ പോണവർക്കും ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നു. നമ്മുടെ ക്ലബ് ഹൗസിൻ്റെ ID ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ പിന്നെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആ ഒരു ലിങ്ക് വഴിയിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാനുമായിട്ട് സംസാരിക്കാനുള്ള നമുക്കുള്ളൊരു പർട്ടിക്കുലർ സമയം എടുത്തിട്ട് വണ്ടിയെക്കുറിച്ചൊക്കെ അടിപൊളി ചർച്ചകളും സംവാദങ്ങളും ആവാം. അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും